ഒന്ന് രണ്ട് സംവിധായകരിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ വിട്ടുവരാൻ നിന്നതാണ്. പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് പരാതി പറയാനൊരിടമൊന്നും വന്നില്ല. നമ്മൾ തന്നെ പ്രതികരിക്കുക. എന്നെ റൂമിലേക്കാണ് വിളിച്ചത് പുള്ളി. റൂമിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. ഒരു രാത്രി 8 മണി 9 മണിയായിട്ടുണ്ടാവും. ഞാനിപ്പോൾ വീണ്ടും സജീവമായിട്ട് ഉണ്ട്. ഇടക്കാലത്ത് എനിക്ക് വർക്കുകളില്ലായിരുന്നു. ഞാൻ പ്രതികരിക്കുന്നത് കൊണ്ടും ചില കാര്യങ്ങളിൽ എൻ്റെ പ്രതികരണം ഉണ്ടായതുകൊണ്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പവർ കമ്മിറ്റി എന്നൊക്കെ പറയുന്നല്ലോ അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഒതുക്കിയതാവാം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഒരു പെർട്ടിക്കുലർ വ്യക്തി വളരെ സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറാൻ തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഗോഡ് ഫാദർ പോലെയാണ് പുള്ളിനെ കണ്ടിരുന്നത്. ആൻഡ് ദെൻ ഈ സംസാരം പതുക്കെ അതിന്ന് മാറി ഒരു സെക്ഷുവൽ ഫേവേഴ്സിൻ്റെ സൈഡിലോട് സംസാരം മാറുകയും എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലാവാതെ വരികയും പിന്നെ പതുക്കെ ഗ്രാജുവലി അത് കുറച്ചുകൊണ്ട് ഞാൻ ആ കണക്ഷൻ കുറച്ചുകൊണ്ട് വരിക. കാരണം ആ ഒരു സമയത്ത് നമുക്ക് അതാണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയോട്ട് വരുമ്പോഴേ നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ദ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴേ എവിടെന്നെങ്കിലും നമുക്ക് ഈ ലെസൺ കിട്ടിയിരിക്കും. അണിയറകളിൽ അടക്കം പറച്ചിലായും ഇരകളുടെ മനസ്സിലും മാത്രമുണ്ടായിരുന്ന ഈ അനുഭവങ്ങളും നോവുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ നാടറിഞ്ഞു തുടങ്ങി. നാട് ആ വേദനകൾ ഏറ്റെടുത്തു തുടങ്ങി. 4 വർഷത്തിലധികമായി സർക്കാരിന് ഇക്കാര്യങ്ങൾ മുഴുവനും അറിയാം, പൂർണ്ണമായും അറിയാം, എല്ലാം അറിയാം. എന്നിട്ടും ഇതുവരെ ചെറുവിരലനക്കിയില്ല. വലിയ പോരാട്ടങ്ങൾക്കൊടുവിൽ വിവരാവകാശ കമ്മീഷൻ വടിയെടുത്തതിന് പിന്നാലെ, കോടതി പറഞ്ഞതിന് പിന്നാലെ റിപ്പോർട്ട് സർക്കാരിന് പുറത്തുവിടേണ്ടി വന്നു. എന്നിട്ടും കേസെടുക്കേണ്ടേ എന്ന ചോദ്യത്തിന് പല ന്യായീകരണങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് കാണട്ടെ, റിപ്പോർട്ട് പഠിക്കട്ടെ, പരാതി കൊടുത്തവർ വരട്ടെ. അതിനെയാണ് ഇന്ന് ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞത്. സ്ത്രീപക്ഷ സർക്കാർ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാരിനോട് ചായം തേച്ചും നല്ലവനായി നടിക്കുന്ന ക്രിമിനലുകളുടെ ചെയ്തികളെല്ലാം അറിഞ്ഞിട്ടും പൂഴ്ത്തിവെച്ച സർക്കാരിനോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുകയാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സർക്കാരിൻ്റെ നിലപാട് എന്താണ്? സ്ത്രീ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് ഒരു കൂട്ടം പരാതികൾ കയ്യിലിരിക്കുമ്പോൾ സർക്കാർ സമ്മർദ്ദത്തിലോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യം ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരാണ് ഇന്ന് ഈ ഹർജി പരിഗണിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തു. മൻറ്റാമസ് റിട്ട് ഹർജി സ്വീകരിച്ച ഹൈക്കോടതിയിൽ ഇന്ന് സംഭവിച്ചത് എന്താണ്? പരാതിയുള്ളവർക്ക് പോലീസിനെയോ മജിസ്ട്രേറ്റ് കോടതിയോ സമീപിക്കാമെന്നതാണ് സ്റ്റേറ്റിന്റെ നിലപാടായി AG ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചത്. സർക്കാരിനോട് കോടതിയുടെ ചോദ്യം, ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? ക്രിമിനൽ കുറ്റം വെളിവായിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നു. ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നു എന്നതിൻ്റെ തെളിവുണ്ടോ എന്നാണ് AGയോട് ഹൈക്കോടതിയുടെ ചോദ്യം. ജുഡീഷ്യൽ കമ്മീഷനല്ല, ജുഡീഷ്യൽ കമ്മിറ്റിയാണ് നിയോഗിച്ചിരിക്കുന്നതെന്ന് സർക്കാർ പറയുന്നു. ഇതൊരു ജുഡീഷ്യൽ കമ്മിറ്റിയോ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം നിയുക്തമായിരിക്കുന്ന ഒരു കമ്മിറ്റിയോ അല്ല. ഇതൊരു സാധാരണ കമ്മിറ്റി മാത്രമാണെന്നും ആ കമ്മിറ്റിയുടെ വിവരങ്ങൾ പുറത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലെന്നുമാണ് ഇന്ന് ഹൈക്കോടതിയിൽ AG വാദിച്ചതിൻ്റെ അർത്ഥം. കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവത്തിലുള്ളതല്ലേ എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നു. കുറ്റകൃത്യം വെളിപ്പെടുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ സമ്മതിക്കേണ്ടി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്റ്റേറ്റ് തന്നെ പറയുന്നു ഒരു കുറ്റകൃത്യം ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളാക്കപ്പെട്ടത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഇരയാക്കപ്പെട്ട മനുഷ്യരെല്ലാവരും സ്വാധീനശേഷിയുള്ളവരാണോ? അല്ല, അവരിൽ പലരും സ്വാധീനശേഷിയുള്ളവരാണ്. പലരും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചലച്ചിത്ര മേഖലയിലെ തൊഴിൽ ബാൻ നേരിട്ട മനുഷ്യരുമാണ്. പരാതിയുമായി അവർ മുന്നോട്ട് വരണമെന്നില്ല. അത് തന്നെയല്ലേ ഭാരത് ന്യായ സംഹിതയിൽ പറയുന്നതെന്ന് ഹൈക്കോടതിയുടെ മറ്റൊരു ചോദ്യം. പരാതിയുള്ളവർ നൽകിയാൽ നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചുവെന്ന് AG. ഏത് AG? നമ്മളുടെ സർക്കാർ തന്നെ ഈ കേസിൽ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് വെളിപ്പെട്ടുവെന്ന് ഹൈക്കോടതിയിൽ പറയുന്ന അതേ AG പറയുന്നു, പരാതിയുള്ളവർക്ക് മജിസ്ട്രേറ്റിന് മുന്നിലോ പോലീസിലോ വന്ന് പരാതി കൊടുക്കുന്നതിന് തടസ്സമില്ല. അത് പറയാൻ ഒരു AGയുടെ ആവശ്യമുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. അതല്ലേ ഈ നാട്ടിലെ നിയമം? അതുമാത്രമാണോ ഈ നാട്ടിലെ നിയമം?
ഭാരത് ന്യായ സംഹിതയുടെ 199 അനുസരിച്ച് ഇത്തരമൊരു കുറ്റകൃത്യം, ഒരു കോഗ്നിസിബിൾ ഓഫൻസ് നടന്നിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു പബ്ലിക് സർവന്റിന് ബോധ്യപ്പെട്ടാൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ആ പബ്ലിക് സർവന്റ് നിറവേറ്റിയില്ലെങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാമെന്നതല്ലേ? ആ AG ആണ് പറയുന്നത് കുറ്റകൃത്യത്തെക്കുറിച്ച് ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു, പക്ഷേ ആ കുറ്റകൃത്യത്തിനിരയായിട്ടുള്ളവർ പരാതിയുമായി വന്നവാൽ പോലീസിനെയോ മജിസ്ട്രേറ്റ് കോടതിയോ സമീപിക്കാം. അന്വേഷണം സാധ്യമാണോ എന്ന് പരിശോധിക്കൂ എന്ന് ഹൈക്കോടതിയുടെ പരാമർശം വരുന്നതിന് മുൻപ് പ്രാഥമിക അന്വേഷണം നടക്കേണ്ടിയിരുന്നു എന്ന് ഒരിക്കൽ കൂടി സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയാണ് ഹൈക്കോടതി. സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ലേ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. നേരിട്ട് കേസെടുക്കാനാകുമോ എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നു. സ്വമേധയാ ഈ കേസിൽ കേസെടുക്കാൻ കഴിയില്ലേ? പോക്സോ അടക്കമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ, ക്രൂരമായ ലൈംഗിക കുറ്റകൃത്യത്തിൻ്റെ വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കലുണ്ടെങ്കിൽ സ്വമേധയാ കേസെടുക്കാൻ എന്തു നിയമ തടസ്സമെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. സിനിമയിലെ സ്ത്രീകളും പുരുഷന്മാരും ഇരകളായിട്ടുണ്ട് എന്ന് സർക്കാർ. സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, പുരുഷന്മാരും ഇരകളാക്കപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നു. കേസെടുക്കാൻ കഴിയുമല്ലോ എന്ന് ഹൈക്കോടതിയുടെ മറുചോദ്യം. പോക്സോ കേസിൽ നേരിട്ട് കേസെടുക്കാൻ കഴിയുമെന്ന് AG പറയുന്നു. അപ്പോൾ പോക്സോ അല്ലാത്ത കേസുകളിൽ നേരിട്ട് കേസെടുക്കുന്നതിന് തടസ്സമുണ്ടോ എന്ന മറുചോദ്യം. ലൈംഗിക കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ടോ എന്ന് കോടതി. അതിജീവിതർ മുന്നോട്ടു പോകാൻ തയ്യാറാണോ എന്ന് പരിശോധിക്കണമെന്നും കോടതിയുടെ വാദം. സ്വകാര്യത ഉൾപ്പെടുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് സർക്കാരിൻ്റെ മറുവാദം. മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതിയും പറയുന്നു. ലൈംഗിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വെളിപ്പെടുത്തലുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് നിരവധി പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ടെന്ന് കോടതിയുടെ കണ്ടെത്തൽ. ക്രിമിനൽ നടപടി അനിവാര്യമോ എന്ന് അറിയിക്കണമെന്നും കോടതി സർക്കാരിനോട്. അതിജീവിതരെ എങ്ങനെ സംരക്ഷിക്കാനാവുമെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ മറുപടി നൽകണം. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സീൽഡ് കവറിൽ ഹാജരാക്കണം. അതായത് ഇതേവരെ കമ്മിറ്റിയുടെ പക്കൽ മാത്രമുണ്ടായിരുന്ന, സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പിന്റെ ലോക്കറിൽ മാത്രമുണ്ടായിരുന്ന ഈ റിപ്പോർട്ടിന്റെ സമഗ്ര രൂപം പൂർണ്ണമായും ഇനി ഹൈക്കോടതിയുടെ കയ്യിലെത്തും. ഹൈക്കോടതി ആ റിപ്പോർട്ട് കാണും. അതിലെ കുറ്റകൃത്യങ്ങൾ ഹൈക്കോടതിക്ക് ബോധ്യപ്പെടും. ഹൈക്കോടതി ഇനി ഓരോരോ കേസുകളായി എടുക്കാൻ ആവശ്യപ്പെട്ടാൽ സർക്കാർ ഇതുവരെ അടയിരുന്ന ഈ റിപ്പോർട്ടിൽ ഈ കുറ്റകൃത്യങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ആ കുറ്റകൃത്യങ്ങൾക്ക് മേൽ സർക്കാർ അടയിരുന്നുവെന്നും ഒരു വിമർശനം വന്നാൽ സർക്കാരിന് തള്ളിക്കളയാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. സർക്കാരിൻ്റെ നിലപാട് അറിയിക്കണമെന്നും ഇന്ന് ഹൈക്കോടതി പറയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് പറഞ്ഞതോടുകൂടി നിങ്ങൾ എന്താണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എടുത്തത്? കുറ്റകൃത്യങ്ങൾ വെളിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസെടുത്തുകൂടെ എന്ന് ഗൗരവമേറിയ ചോദ്യം. 3, ഈ റിപ്പോർട്ടിന്റെ സമഗ്ര രൂപം ഇനി ഹൈക്കോടതിയിൽ എത്തുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പക്ഷേ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. ഹൈക്കോടതി എന്ത് പറഞ്ഞാലും നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാനല്ല, സർക്കാർ നയം രൂപീകരിക്കാനാണ് കോൺക്ലേവ് നടത്തുന്നത്. സിനിമാ മേഖലയുടെ സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഏത് മന്ത്രി? 4.5 വർഷക്കാലം ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്ന സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി. ആ മന്ത്രിയാണ് പറയുന്നത് കോടതി പറഞ്ഞാൽ എന്തും ചെയ്യാം. കോടതി പറഞ്ഞാൽ മാത്രം ചെയ്യാൻ ഒരു സർക്കാർ എന്തിനാണ് എന്നതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. മന്ത്രി പറഞ്ഞത് കേൾക്കാം. ഇപ്പോൾ ഈ റിപ്പോർട്ട് ഗൗരവമുള്ളതാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ലല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. ഗവൺമെൻറ് അതിന് തയ്യാറാണ്. ഒന്നും ഗവൺമെൻറ് മറച്ചു വെക്കാനില്ല. നടപ്പാക്കുന്നതിന് ഗവൺമെൻറ് തടസ്സമില്ലല്ലോ. ഗവൺമെൻറ് ഒന്നിനും എതിരല്ല. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ പരാമർശങ്ങളും ഹൈക്കോടതിനെ പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ഹൈക്കോടതി എന്താണോ ഡയറക്ഷൻ തരുന്നത് അത് ഗവൺമെൻറ് നടപ്പാക്കും. കോൺക്ലേവ് എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമാ നയം, ഭാവിയിലെ കേരളത്തിലെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസ്കഷൻസാണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ആരുമായിട്ടെല്ലാം ചർച്ച ചെയ്യണോ അവരെല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുക്കും. ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ 24 ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ കോൺക്ലേവിൻ്റെ ഭാഗമായി പോളിസിയിലേക്ക് വരണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, കോൺക്ലേവ് വേറെ ഇത് വേറെ. റിപ്പോർട്ടിൽ നടപടിയെടുക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രി സജി ചെറിയാന്റെയും നിലപാട് തള്ളുകയാണ് KN ബാലഗോപാൽ. സ്വമേധയാ കേസെടുക്കുന്നതിൽ നിയമ തടസ്സമില്ല. സ്വമേധയാ കേസെടുക്കണോ പരാതി ലഭിച്ചിട്ട് കേസെടുക്കണോ എന്നത് സാങ്കേതികത്വം മാത്രമാണ്. പരാതി ലഭിച്ചിട്ടോ അല്ലാതെയോ കേസെടുക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ ഒരു കാര്യം വളരെ ക്ലിയറായി പറയുന്നത്, നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ. അതിനൊന്നും വ്യത്യസ്തമല്ലല്ലോ. ഇതൊരു
അഡീഷണൽ ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ ഈ മേഖലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വന്ന പരാതികൾ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പഠിച്ചു വന്നതാണ്. എന്തായാലും ആ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് കാര്യമായ ചർച്ച നടക്കും. അതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വളരെ അസന്നിഗ്ധമായിട്ട് ഈ കാര്യം സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് K. സരുൺകുമാർ, കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ എന്നിവർ. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് K. സരുൺകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് K. സരുൺകുമാർ, ഇന്നിപ്പോൾ ഹൈക്കോടതി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയാണോ? 10 ദിവസത്തിനുള്ളിൽ, വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 20 ദിവസങ്ങൾക്കുള്ളിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സ്വീകരിച്ച എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ എന്താണ് അതിൽ സമർപ്പിക്കാൻ പോകുന്നത്? എന്ത് നടപടിയാണ് ഈ സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ എടുക്കാൻ പോകുന്നത് ഈ കുറ്റകൃത്യങ്ങളുടെ പേരിൽ? ഡോക്ടർ അരുൺ, എല്ലാ തരത്തിലുള്ള ബഹുമാനത്തോടും ചോദിക്കട്ടെ, താങ്കൾ ഇന്ന് ഹൈക്കോടതി പുറത്തിറക്കിയ ഈ ഇടക്കാല ഉത്തരവ് വായിച്ചിരുന്നോ? അതെ, വായിച്ചിരുന്നു. താങ്കൾ വായിച്ചിരുന്നോ? ഉവ്വ. എന്നാൽ താങ്കൾ ഇൻട്രോയുടെ ഭാഗമായി പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും ഇന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലില്ല. 7 പാരഗ്രാഫിലായി ഹൈക്കോടതി പുറത്തിറക്കിയ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലെ പറഞ്ഞോളൂ, ഞാൻ പറയാം. ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇന്ന് ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് പരിഗണിച്ച ആ റിട്ട് പെറ്റീഷൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ഇടക്കാല ഉത്തരവായി പുറത്തിറങ്ങിയ 7 പാരഗ്രാഫ് അടങ്ങുന്ന ഇടക്കാല ഉത്തരവിൽ താങ്കൾ ഇപ്പോൾ ഈ ഇൻട്രോയുടെ ഭാഗമായി പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളുമില്ല. പ്രധാനമായും താങ്കൾ പറഞ്ഞു ഗവൺമെന്റിനെ അങ്ങ് എടുത്തിട്ട് കുടഞ്ഞു, ഒരു കൂട്ടം പരാതികൾ സർക്കാരിന്റെ കയ്യിലിരുന്നിട്ടും ആക്ഷൻ എടുത്തില്ല. അത്തരത്തിൽ താങ്കൾ പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും ഈ ഇടക്കാല ഉത്തരവിൽ ഒരിടത്തുമില്ല. കോടതിയിൽ വാദത്തിന്റെ ഭാഗമായി അങ്ങോട്ട് ചോദിക്കും ഇങ്ങോട്ട് ചോദിക്കും. അഡ്വക്കേറ്റ് ജനറൽ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് ഹാജരായിരിക്കുന്നു. അതിൽ ഈ റിട്ട് പെറ്റീഷൻ കൊടുത്ത അഭിഭാഷകനുണ്ട്. അതോടൊപ്പം തന്നെ ഹാജരായ അഭിഭാഷകരുടെ അഭിപ്രായം ചോദിക്കും, ഡിസ്കഷൻ ഉണ്ടാകും. പക്ഷെ കോടതി ഉത്തരവിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ പ്രധാനപ്പെട്ട ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കോടതി ഗവൺമെന്റിനെ ഇട്ട് കുടഞ്ഞു എന്ന രൂപത്തിൽ രാവിലെ മുതൽ റിപ്പോർട്ടർ ചാനൽ പച്ചക്കള്ളമാണ്. അഭിഭാഷകനോട് AGയോട് ഹൈക്കോടതി ചോദിക്കാത്തതായോ ഹൈക്കോടതിയുടെ ചോദ്യത്തിന് AG പറയാത്തതായോ ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ? ഞാനിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ച ഈ ടച്ച് സ്ക്രീനിൽ അവതരിപ്പിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇന്നത്തെ കോടതിയുടെ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി പരാമർശിക്കുകയോ AG പറയാത്തതോ ആയിട്ടുണ്ടോ? ഭൂരിഭാഗം കാര്യങ്ങളും അതിലില്ല. കോടതിയിൽ ഈ കോടതി നടപടികൾ ഒരു നിമിഷം K. സരുൺകുമാർ, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് ശ്യാമാണ് ഈ വിഷയങ്ങൾ പൂർണ്ണമായും ഹൈക്കോടതിയുടെ പ്രൊസീഡിങ്സ് പൂർണ്ണമായും കേട്ടതും ആ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഏതാണ് ഹൈക്കോടതി ചോദിക്കാത്തതായി ഞാൻ പറഞ്ഞത്? അങ്ങൊന്ന് പറയൂ. ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടക്കാല ഉത്തരവ് ഒന്ന് ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അതിൽ ഏതാണ് ഹർജി പരിഗണിക്കുന്ന വേളയിൽ AGയോട് ഹൈക്കോടതി ചോദിച്ചതും AG അതിന് മറുപടി പറഞ്ഞതുമായി ഏത് കാര്യമാണ് ഇന്ന് ഞാൻ പറഞ്ഞതിൽ ഇല്ലാത്തത്? അതായത് താങ്കൾ പറഞ്ഞതിൽ ഭൂരിഭാഗം കാര്യങ്ങൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹൈക്കോടതിയിൽ നടന്നിട്ടില്ലെന്നാണോ അങ്ങ് പറയുന്നത്? ഹൈക്കോടതിയിൽ നടന്നിട്ടില്ല എന്നാണോ അങ്ങ് പറഞ്ഞത്? അതെ, അതായത് കേസ് നടന്നിട്ടില്ല, വാദം നടന്നിട്ടില്ല എന്നല്ല, ഗവൺമെന്റിനെ എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് മുമ്പ് അങ്ങ് ഞാൻ പറഞ്ഞത് അവാസ്തവമാണെന്ന് പറഞ്ഞത് പിൻവലിക്കണം. ഞാൻ പറഞ്ഞത് ഈ വിധിയുടെ ഭാഗമായി വന്ന കാര്യങ്ങളല്ല, വിധിയിലേക്ക് എത്തിച്ച കോടതിയിൽ നടന്നതെന്ത് എന്നതാണ് പ്രേക്ഷകരോട് പറഞ്ഞത്. അത് ശരിയാണല്ലോ K. സരുൺകുമാർ? ശരി. അല്ല, ശരിയല്ല. വിധിയുടെ ഭാഗമായി വന്ന ഒരു കാര്യവും താങ്കൾ പറഞ്ഞിട്ടില്ല. വിധി ഞാൻ വായിക്കാം. വിധിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ വിധിയുടെ ഭാഗമായി ഹൈക്കോടതി AGയോട് ചോദിച്ചതും AG പറഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചത്. അതിൽ താങ്കൾക്ക് വിയോജിപ്പുണ്ടോ? ഉണ്ട്. ഗവൺമെന്റിനെ എടുത്തിട്ട് കുടഞ്ഞു എന്ന് താങ്കൾ എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകനായ എന്റെ വേർഷനാണ്. അതിലൊരൊറ്റ കാര്യമാണ്, ഇതിൽ സ്വമേധയാ കേസെടുക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ?
മിസ്റ്റർ അരുൺ, നിങ്ങളെ കൂട്ടി ഈ രംഗത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ കോടതിയിൽ നടന്ന കമന്റുകൾ വെച്ചുകൊണ്ട് വിധിന്യായം പിന്നെ ചർച്ച ചെയ്യാം. ആ കമന്റുകൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, പണ്ട് അങ്ങനെയല്ലല്ലോ ഈ കോടതി, ഇതൊരു മാധ്യമ മേഖലയിലെ ചർച്ചയല്ലേ, പണ്ട് അങ്ങനെയല്ലല്ലോ നമ്മൾ ധനമന്ത്രിയോട് പറഞ്ഞത്. സീസറിന്റെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? ധനമന്ത്രിയുടെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? അത് കോടതി വിധിയിൽ ഉണ്ടായിരുന്നതാണോ? അല്ല ഒറ്റ കാര്യം താങ്കളുടെ ലീഗൽ കറസ്പോണ്ടന്റിനോട് ചോദിക്ക്. ഈ ഗവൺമെന്റിനെ എടുത്ത് കുടഞ്ഞു എന്ന് താങ്കൾ ഉപയോഗിച്ച വാക്കിലേക്ക് നയിച്ച ഏതെങ്കിലും ഒരു കമന്റ് ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഈ റിപ്പോർട്ട് കൈവശമുണ്ടായിരുന്നിട്ടും സ്വമേധയാ കേസെടുക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് പൊതുസമൂഹം ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയല്ലേ ഇന്ന് ഹൈക്കോടതിയും ചോദിച്ചത്? സ്വമേധയാ കേസെടുക്കാമായിരുന്നില്ലേ? അങ്ങനൊരു ചോദ്യമല്ലേ പ്രസക്തം? ഇല്ല, ഞാൻ വായിക്കാം. ജഡ്ജ് 6ാം പാരഗ്രാഫ് ഈ ജഡ്ജ്മെന്റിൽ ഒരു വാചകം ഞാൻ വായിച്ചുകൊണ്ട് അതിന് മറുപടി പറയാം. The government as of now is not in a position to proceed further for the simple reason that none have come forward with a complaint, but at the same time the report disclosure otherwise of sexual harassment and sexual exploitation of women. ഗവൺമെന്റിന്റെ ഇത്തരത്തിൽ നടപടിയെടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തെ ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ കോടതി ഇതിന്റെ കൃത്യമായിട്ട് 6ാം പാരഗ്രാഫിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ കോടതി അഡ്രസ് ചെയ്തതിന്റെ ഭാഗമായിട്ടല്ലേ? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ പൊസിഷൻ എന്താണ് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി അഡ്വക്കേറ്റ് ജനറൽ മറുപടി കൊടുക്കുകയും ചെയ്തു. ഒരു തരത്തിലും ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യിക്കുന്ന ഒരു ചർച്ചയും ഈ കോടതിയിൽ ഉണ്ടായിട്ടില്ല. ആ കൃത്യമായിട്ടുള്ള വിധിന്യായം 7 പാരഗ്രാഫുള്ള ഇന്നത്തെ ഇടക്കാല ഉത്തരവ് പരിശോധിച്ചാൽ കൃത്യമായി ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ആ പൊസിഷൻ കറക്റ്റ് ആണെന്നും അത് മാത്രമേ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുമുള്ളൂന്നും ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൺസെൻഷേർഡ് കോപ്പിംഗ് താട്ടെ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, ഇനി അതിൽ കോടതി അഡ്രസ് ചെയ്യാം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് എനി കോഗ്നിസബിൾ ഒഫൻസ് ആർ ഡിസ്ക്ലോസ്ഡ് ടു ദി കമ്മിറ്റി വെദർ ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി ഓർ നോട്ട് വിൽ ഹാവ് ടു ബി ഡിസൈഡഡ് ബൈ ദിസ് കോർട്ട്. അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ ഇപ്പൊ മൊത്തത്തിലുള്ളത് അൺസെൻഷേർഡ് കോപ്പി മാത്രമേ ഡിസ്കഷൻ ഉള്ളൂ. ആ അൺസെൻഷേർഡ് കോപ്പി ഈ സീൽഡ് കവറിൽ ഒറ്റ കോപ്പി ഈ കോടതിക്ക് താട്ടെ, ഞങ്ങൾ ആ വിഷയം ആൻസർ ചെയ്യാം എന്ന് പറയുമ്പോ ഗവൺമെന്റിനെ ഒരിക്കലും കുടഞ്ഞിട്ടില്ല മിസ്റ്റർ. ഒരു തരത്തിലും ഗവൺമെന്റിനെ ആക്ഷേപിച്ചിട്ടില്ല, ഒരു ആരോപണവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുമില്ല. അത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്. ഏതാണ്? റിട്ടല്ലേ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആ റിട്ടിലെ പ്രയർ എന്താണ്? റിട്ടിലെ പ്രയർ ഞാൻ വായിക്കാം. പ്രയർ ക്ലിയർ ആണ്. To call for the records of the exhibit P1 report. P1 report means the report of the Hema committee. And pass the writ of mandamus commanding the first respondent to produce the exhibit P1 uncensored ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ടു ദി സെക്കൻഡ് റെസ്പോണ്ടന്റ്. ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന ഹേമ കമ്മിറ്റിയുടെ അൺസെൻഷേർഡ് കോപ്പി സെക്കൻഡ് റെസ്പോണ്ടന്റ് ആയ DGPക്ക് കൊടുക്കണം, പോലീസിന്റെ ഹെഡ് DGPക്ക് കൊടുക്കണം. സെക്കൻഡ് പ്രയർ ടു പാസ് എ റിട്ട് ഓഫ് മാൻഡമസ് കമാൻഡിംഗ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് ടു സ്റ്റാർട്ട് ക്രിമിനൽ പ്രൊസീഡിംഗ്സ് വിത്ത് റിഗാർഡ് ടു ദി സെക്സ്വൽ ഒഫൻസ് സ്റ്റാർട്ടഡ് ഇൻ ദി റിപ്പോർട്ട് സ്റ്റേറ്റഡ് ഇൻ ദി റിപ്പോർട്ട്. അങ്ങനെ അൺസെൻഷേർഡ് കോപ്പി ഗവൺമെന്റ് DGPക്ക് കൊടുക്കുക, DGPയോട് ആ അൺസെൻഷേർഡ് കോപ്പിയുടെ പേരിൽ നടപടി എടുക്കാൻ പറയുക. അതാണ് അതിന്റെ അതായത് ഇപ്പോൾ പൊതുതാൽപര്യ ഹർജിയെ വന്നിരിക്കുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടിട്ടാണല്ലോ ഹൈക്കോടതി റിട്ട് ഹർജി സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പബ്ലിക് സർവന്റിനോട്, അതായത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനോട് താൻ ചെയ്യേണ്ട ജോലി ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിക്കണം എന്നല്ലേ ഈ പറഞ്ഞ ഹർജിയുടെ അർത്ഥം? അതൊന്നും അല്ല മിസ്റ്റർ. ഇത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിട്ട് ഹർജിയുടെ സ്വഭാവം അങ്ങൊന്ന് പറയൂ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. നമുക്ക് അക്കാഡമിക് ക്ലാസ് ആണെങ്കിൽ അതാകാം. നമുക്ക് ചർച്ച ചെയ്യാം. മണ്ടാമസ് എന്ന ഹർജിയുടെ സ്വഭാവം എന്താണ് കെ എസ് അരുൺകുമാർ? അങ്ങൊന്ന് പറയൂ. അതെപ്പോഴാണ് പ്രയോഗിക്കുക? ഞാൻ പറയാം.
അല്ല, മാൻഡമസ് സാധാരണ ഉപയോഗിക്കുക ഏതെങ്കിലും നിയമപരമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ഗവൺമെന്റ് അതോറിറ്റിയുടെ മുന്നിൽ ഉണ്ടായിട്ട് ആ റെപ്രസെന്റേഷനിൽ ഗവൺമെന്റ് അതോറിറ്റി ഉചിതമായ നടപടി സമയബന്ധിതമായി സ്വീകരിക്കാതെ വരുമ്പോഴാണ് റിട്ട് ഓഫ് മാൻഡമസിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഭൂരിഭാഗം റിട്ടുകളും മാൻഡമസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലി ചെയ്യാത്ത പക്ഷം ആ പബ്ലിക് സർവന്റിനെ ആ ജോലിക്ക് നിർബന്ധിതരാക്കുക, ശരിയല്ലേ? ഇതിൽ ആ പബ്ലിക് താങ്കൾ ചോദിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന് അത്തരത്തിൽ നടപടിയെടുക്കാനോ പരിഗണിക്കാനോ പരിഹരിക്കാനോ ചെയ്യാവുന്ന വിഷയമാണോ എന്നതാണ് ഒരു ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ട് കോടതി പരിശോധിക്കുക. അക്കാഡമിക് പ്രൊഫസർ, എന്റെ ചോദ്യം, ഈ ഹർജിയുടെ ജിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവന്റിനോട്, ഒരു ഉദ്യോഗസ്ഥനോട് അയാൾ നിയമപരമായി ചെയ്യേണ്ട അയാളുടെ ഉത്തരവാദിത്വം ചെയ്യാൻ അയാൾ കഴിയാതെ വരുമ്പോൾ കോടതി ഇടപെട്ട് നിർദ്ദേശിക്കണമെന്നതല്ലേ മണ്ടാമസ് റിട്ടിന്റെ സ്വഭാവം? അതല്ലേ ഇന്ന് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്? മാൻഡമസ് റിട്ടിന്റെ സ്വഭാവം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിന്റെ മുന്നിലുള്ള ഒരു അപേക്ഷ, പരാതി അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിലും മതി. അങ്ങ് ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കല്ലേ കേസുകുമാർ. അങ്ങയുടെ അഭിഭാഷക യോഗ്യതയെ ഞാൻ ചോദ്യം ചെയ്യുന്നത് പൊതുസമൂഹം കാണുന്നത് നിർഭാഗ്യകരമാണ്. നമുക്ക് രണ്ടുപേർക്കും അറിയാം ആർട്ടിക്കിൾ 32 എന്താണ് ഈ മണ്ടാമസ് എന്നുള്ളത്. ദയവ് ചെയ്ത് നമ്മൾ തമ്മിൽ തർക്കത്തിലേക്ക് പോകരുത്. അങ്ങ് സർക്കാരിന് വേണ്ടി വാദിച്ചോളൂ, പക്ഷെ തെറ്റായി വാദിക്കരുത്. അഡ്വക്കേറ്റ് കേസുണ്ട്, അത് മാത്രമേ പറയാനുള്ളൂ. തർക്കമല്ല. അല്ല മിസ്റ്റർ അരുൺ, ആർട്ടിക്കിൾ 32 ഒക്കെ സുപ്രീം കോടതിയിലാണ്. ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയിൽ വരുമ്പോൾ സ്വഭാവം മാറുമോ? ഹൈക്കോടതിയിൽ വരുന്ന 226 പ്രകാരം വരുള്ളൂ. സ്വഭാവം മാറുമോ? അല്ല, നിങ്ങളിപ്പോ ഈ എടുത്തിട്ട് കുടഞ്ഞത് ചർച്ച ചെയ്തിട്ട് സർക്കാർ ചെയ്തില്ലെങ്കിൽ കോടതി നിർദ്ദേശിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു റിട്ട് ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ച് സർക്കാരിനോട് ഇതിന്മേൽ എന്ത് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് ഒരു ഉത്തരവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെയാണ് അത്. ഞങ്ങൾക്കത് അങ്ങനെ വ്യാഖ്യാനിക്കാം, താങ്കൾക്ക് അങ്ങനെയല്ല. സർക്കാരിനെ ഒന്ന് ഉണർത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്നുവെന്ന് താങ്കൾക്ക് വാദിക്കാം. അതല്ല, സർക്കാർ ഈ എടുത്ത നടപടികളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സർക്കാർ എന്ത് നടപടിയെടുത്തു എന്നറിയാനുള്ള നിയമപരമായ അവകാശമായി വ്യാഖ്യാനിക്കാം. അതൊക്കെ താങ്കളുടെ അവകാശം. അതിലൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കേസുകൾക്ക് പറയാം, എല്ലാ ബഹുമാനത്തോടു കൂടിയും നമ്മളൊരു അക്കാഡമിക് ചർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ചോദിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് താങ്കളുടെ അഭിഭാഷക വൃത്തിയെയോ താങ്കളുടെ യോഗ്യതയോ എനിക്ക് സംശയിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. മാത്രമല്ല, താങ്കൾ മികച്ച അഭിഭാഷകരാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യും. ഒരു നിമിഷം ഞാൻ ഹരീഷ് വാസുദേവനിലേക്ക് പോയി വരട്ടെ. ഹരീഷ് വാസുദേവൻ, ഇന്ന് കോടതിയിൽ നടന്നതും കോടതി ഒടുവിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും നമ്മൾ പരിഗണിച്ചാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രാഥമികമായി സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വം കോടതി നിർദ്ദേശിച്ച് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സർക്കാരിനെയാണോ നമ്മൾ കാണുന്നത്? മാൻഡമസിന്റെ സ്വഭാവം ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഒരു അധികാരി, സ്റ്റേറ്റ് എന്ന ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു അധികാരി അയാൾ ചെയ്യേണ്ട കർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ അത് ചെയ്യിക്കാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ സർക്കാരിന് ചെയ്യാൻ നിവൃത്തിയില്ല, കോടതി പറഞ്ഞാൽ ചെയ്യാം, കോടതിയുടെ അധികാരം ഉപയോഗിച്ച് പറഞ്ഞാൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അധികാരമൊന്നും കോടതിക്കില്ല. കോടതിക്ക് സ്റ്റേറ്റ് ചെയ്യേണ്ട, ഭരണഘടനാപരമായി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ പറയാനുള്ള അധികാരം മാത്രമേ മാൻഡമസിലുള്ളൂ. ഒരു ഡിക്ലറേഷൻ ഓഫ് ലോ ചോദിച്ചിട്ടില്ല. ശ്രീ അരുൺ, എന്റെ സുഹൃത്തു കൂടിയായ അരുൺ പറഞ്ഞത് ശരിയായിരുന്നുവെങ്കിൽ ഈ കേസിനകത്തൊരു ഡിക്ലറേഷൻ വേണമായിരുന്നു. അതായത് ഡിക്ലെയർ ദാറ്റ് സ്റ്റേറ്റ് ഹാസ് എ ഡ്യൂട്ടി ടു ആക്ട് അപ്പോൺ ദിസ് റിപ്പോർട്ട് ആൻഡ് ടേക്ക് കോഗ്നിസൻസ് എന്ന് കോടതിയെ കൊണ്ട് ഡിക്ലെയർ ചെയ്യിച്ച ശേഷം മാൻഡമസ് ചോദിച്ചു ഒരു ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യണം, ആ ഡിക്ലറേഷന്റെ ഫലമായി ഒരു ഡയറക്ഷൻ ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് കോടതിക്ക് ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്തി പുതിയതായി സർക്കാരിനെ ഒരു നിയമം പഠിപ്പിച്ച് ഇതാ ഇങ്ങനെയല്ല കേട്ടോ ഭരണഘടന വായിക്കേണ്ടത്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ ഓഫ് ലോ നടത്തിയതിനു ശേഷം ഒരു ഡയറക്ഷൻ കൊടുക്കണമായിരുന്നു. അങ്ങനെയല്ല. മാത്രമല്ല, ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കും ഒരുപക്ഷെ സർക്കാരിനെ നയിക്കുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള AG ഉൾപ്പെടെയുള്ള ആളുകൾക്കും അറിയാവുന്നതും അവർ കോടതിയിൽ തടസ്സപ്പെടുത്താൻ സാധ്യതയില്ലാത്തതുമായ ഒരു വാദമാണ് ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ സംബന്ധിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ കേസെടുക്കുക എന്നത് സ്റ്റേറ്റിന്റെ പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ് എന്ന ലളിതകുമാരി കേസിന് ശേഷമുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു നിയമം. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി സർക്കാരിന്റെ റെപ്രസെന്റേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം തെറ്റാണെന്നുള്ളതും നുണയാണെന്നുള്ളതും
ഇതിനകത്ത് പരാതിക്കാരുടെ ആവശ്യം ക്രിമിനൽ കേസിൽ ഇല്ല എന്നുള്ളതും ക്രിമിനൽ കേസുകൾ എത്രയോ ക്രിമിനൽ കേസുകൾ സ്റ്റേറ്റുകളിൽ പരാതിക്കാരില്ലാതെ എടുക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മാൻഡമസുമായി ഒരാൾ എന്തിനാണ് കോടതിയിലേക്ക് പോകുന്നത്? സ്റ്റേറ്റ് ഭരണഘടനാപരമായി ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യുന്നില്ല, അത് ചെയ്യണം എന്ന ഡയറക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ സത്യത്തിൽ ഈ കേസ് തള്ളാൻ എന്തെല്ലാം കാരണങ്ങൾ കണ്ടുപിടിക്കാം എന്നറിയാമോ? ഒരു കോടതിക്ക് ഇന്ന് വന്ന പൊതുതാൽപര്യ ഹർജി തള്ളാൻ വാസ്തവത്തിൽ പല കാരണങ്ങളും കണ്ടുപിടിക്കാം. സമയമായില്ല, റിപ്പോർട്ട് 2 ദിവസമേ പുറത്തു വന്നുള്ളൂ എന്ന് പറയാം, അല്ലെങ്കിൽ ആളുകൾ പരാതിപ്പെട്ടു വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഇല്ലാത്ത താല്പര്യം നിങ്ങൾക്ക് എന്തിനാണ് എന്ന് ചോദിക്കാം. നമ്മൾ മുമ്പ് കോടതികൾ കണ്ടിട്ടുള്ളത് പോലെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ശേഷമാണോ നിങ്ങൾ കോടതിയെ സമീപിക്കുന്നത് എന്ന് പോലും ചോദിക്കാം. വളരെ മോശമായി ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ട ഒരു തട്ടിക്കൂട്ട്, അതായത് വളരെ പെട്ടെന്ന് ഇന്നലെ വരുന്നു, ഇന്ന് പെട്ടെന്ന് ഒരു തയ്യാറാക്കപ്പെട്ട ഒരു പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടാണ് എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത്. പക്ഷെ എന്നിട്ട് പോലും കോടതി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കോഗ്നിസബിൾ ഒഫൻസ് അതിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമേവ കേസെടുക്കാൻ കഴിയില്ലേ എന്ന് മാത്രമല്ല, ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് വാദം, പ്രധാനപ്പെട്ട വാദം ആളുകൾ വരട്ടെ എന്നാണെങ്കിൽ അങ്ങനെ ആളുകൾ ആരും വരാൻ പോകുന്നില്ല. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ വളരെയധികം പേടിച്ച് ഈ പരാതിയുമായി രംഗത്ത് വരാൻ സാധ്യതയില്ലാത്തപ്പോൾ വാദിക്കും പ്രതിക്കും കേസില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കേസാണോ ഇത് എന്ന ചോദ്യം ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഇതൊരു അതിർത്തി തർക്കമോ, ഇതൊരു സ്വത്ത് തർക്കമോ, 2 മനുഷ്യർ തമ്മിലുള്ള പ്രശ്നമോ അല്ല, ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ പറ്റിയാണ് ഈ റിപ്പോർട്ട് പരാമർശിക്കുന്നത്. പരാതിക്കാർ മുന്നോട്ട് വരുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അടച്ചിടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്ന ചോദ്യം കോടതി ചോദിച്ചു. ഈ ചോദ്യമാണ് വാസ്തവത്തിൽ സ്റ്റേറ്റിന് മനസ്സിലാവാത്തത്. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിന്റേത്. നമ്മുടെ കേരള പോലീസ് ആക്ട് എന്തിനാണ് കേരള സർക്കാർ ഉണ്ടാക്കിയത് നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ത്യയിൽ എല്ലായിടത്തും CRPCയും IPCയും ഉണ്ടായിരുന്ന കാലത്ത്, ക്രിമിനൽ നടപടി ചട്ടവും പീനൽ കോഡും ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനം, പ്രത്യേക നിയമം രാജ്യത്തുണ്ടായിരിക്കെ കേരള പോലീസ് ആക്ട് പ്രത്യേകമായി 2011 ഗവൺമെന്റ് കൊണ്ടുവരികയായിരുന്നു. പലവിധ കോടതി വിധികൾക്ക് ശേഷമാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. കേരള പോലീസ് ആക്ട് കൊണ്ടുവന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു അവകാശം കേരളത്തിലെ ജനങ്ങൾക്ക് പോലീസ് വഴി സർക്കാർ കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്താണ്, പോലീസിന്റെ ഉത്തരവാദിത്തം എന്താണ്. IPCയിലോ മറ്റേതെങ്കിലും ഒഫൻസിലോ പറയാത്ത കുറ്റകൃത്യങ്ങൾ കൂടി ഈ സ്റ്റേറ്റിന്റെ ടെറിട്ടറിക്കകത്ത് കുറ്റകൃത്യമായി വ്യാഖ്യാനിക്കുന്ന, ഉദാഹരണത്തിന് 119 വകുപ്പ്, സ്ത്രീകളോട് അപമര്യാദയായിട്ട് പൊതുസ്ഥലത്ത് വെച്ച് പെരുമാറുകയോ ലൈംഗിക ചേഷ്ട കാണിക്കുകയോ ചെയ്താൽ 3 വർഷം തടവ് കിട്ടാവുന്ന കുറ്റം കേരള പോലീസ് ആക്ടിലാണുള്ളത്, IPCയിലല്ല ഉള്ളത്. അതുകൊണ്ട് അത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നതോടൊപ്പം സെക്ഷൻ 4 അനുസരിച്ച്, സെക്ഷൻ 4 ഓഫ് കേരള പോലീസ് ആക്ട് അനുസരിച്ച് കേരള പോലീസ് എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഞാനത് സമയമുണ്ടെങ്കിൽ ഇവിടെ പറയാം, പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകരെങ്കിലും, കാരണം ഈ സമയം നീട്ടിക്കൊണ്ടു പോകാൻ സാങ്കേതിക വാദം പറഞ്ഞ് 1 മണിക്കൂർ ഇന്നത്തെ കഴിക്കുക എന്നുള്ളതാണ് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ ഉദ്ദേശമെങ്കിൽ ഞാനത് മാത്രം വായിക്കാമായിരുന്നു ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഞാൻ ഒരു ഒറ്റ പോയിന്റ്, ദി ഫങ്ഷൻസ് ഓഫ് പോലീസ്, the functions of police to enforce the law impartially, to protect the life, liberty, property, human rights and dignity of all persons in accordance with the law. പറയുന്നത് to take action to bring the offenders to the due process of law by lawfully investigating crimes. നിയമപരമായി കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലേക്ക് ഒഫൻഡേഴ്സിനെ കൊണ്ടുവരാനുള്ള ആക്ഷൻ എടുക്കാനുള്ള ഉത്തരവാദിത്തം കേരള പോലീസിനാണ്. ഇതിലെവിടെയാണ് പരാതിയെ പറ്റി പറയുന്നത്? അപ്പൊ CRPC പോലുമല്ല, അതിനപ്പുറത്തേക്ക് കടന്ന് പൗരന്റെ ജീവനും പൗരന്റെ തൊഴിലിനും പൗരന്റെ ഡിഗ്നിറ്റിക്കും ഉത്തരവാദിത്വം നൽകേണ്ട അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ബാധ്യതയുള്ള കേരള പോലീസ് ആക്ടിൽ കേരള പോലീസിന് കൊടുത്തിരിക്കുന്ന ഈ അധികാരം, ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സ്റ്റേറ്റിനോട് ഉന്നയിക്കുന്ന പ്രശ്നം. അത് സ്റ്റേറ്റ് പരാജയപ്പെടുമ്പോഴാണ് കോടതിയിലേക്ക് പോകുന്നത്. അതിനുള്ള ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കണം. കേരള സർക്കാർ കൊടുക്കില്ല എന്ന് പറഞ്ഞ് തള്ളിയ ഉത്തരവിനെ ചോദ്യം ചെയ്ത് പോയിട്ടാണ് ഇൻഫർമേഷൻ കമ്മീഷനിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കി കേസ് നടത്തിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പോൾ സർക്കാർ ഞങ്ങളും കമ്മീഷനും കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്ന മട്ടിൽ പറയുമ്പോൾ അത് അങ്ങേയറ്റം അശ്ലീലമായിട്ടാണ് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഞാൻ തിരിച്ചു വരാം. അരുൺ, അതിന് മറുപടി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഡോക്ടർ ജിൻഡോ ജോൺ, സർക്കാരിന്റെ പ്രതിനിധി പറഞ്ഞതിൽ നിന്ന് താങ്കൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? കോടതി ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന സത്യവാങ്മൂലം യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ പോയപ്പോൾ കോടതി ഉണർത്തുക മാത്രമാണോ ചെയ്തിരിക്കുന്നത്? അതല്ല, പരാജയപ്പെട്ട സ്റ്റേറ്റിനോട്
കോടതിയുടെ ഒരു ചോദ്യമാണോ? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കുറ്റകൃത്യങ്ങളുടെ വലിയ തെളിവുകൾ ഇരിക്കുമ്പോൾ കേസെടുത്തില്ല എന്ന ചോദ്യം, അതാണോ പരോക്ഷമായി ഈ വിധിയിലൂടെ സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്? ജിൻഡോ ജോൺ. ശ്രീ അരുൺകുമാർ, എനിക്ക് സർക്കാരിന് വേണ്ടിയിട്ട് വാദിക്കുന്ന പ്രതിനിധി അരുൺകുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, അവരെല്ലാം CPM-ന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ LDF-ന് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഇന്ന് ഈ നിമിഷം വരെ കേരളത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ മാധ്യമ ചർച്ചകളിലും പൊതുസംവാദങ്ങളിലും കോടതിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുള്ള കോടതി വിധികളിൽ മാത്രം പരാമർശിച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം, അല്ലേ? കോടതികളുടെ വാദപ്രതിവാദങ്ങൾക്കിടയ്ക്ക് കോടതി മുറിയിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ അവർ ഒരു കാലത്തും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ നമുക്ക് തോന്നുക. എന്തൊരു നാണം കെട്ട വാദമാണ്. സൗകര്യമുള്ളതൊക്കെ എടുത്ത് ഉപയോഗിക്കുക, എന്നിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവർ വേട്ടക്കാരനോടൊപ്പമാണോ ഇരയോടൊപ്പമാണോ എന്നുള്ളതിന്റെ കുറച്ചുകൂടി മാന്യമായിട്ടുള്ള രീതിയിൽ അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഇന്ന് അവിടെ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അരുൺകുമാർ ഉന്നയിച്ച വിഷയങ്ങൾ അതൊന്നും കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് LDF പ്രതിനിധി പറയുന്നത്. കേസെടുക്കാൻ കഴിയില്ലേ എന്ന് സർക്കാർ വക്കീലിനോട് കോടതി വാക്കാൽ ചോദിച്ചു. റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടപടികൾ എന്താണ് നിങ്ങൾ ഇതുവരെ സ്വീകരിച്ചത് എന്ന് കോടതി ചോദിച്ചു. പരാതിയുണ്ടോ എന്ന് ആരാഞ്ഞോ? ഇതിൽ പരാമർശിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെട്ട അതിജീവിതമാരോട്, ഇരകളോട് പരാതിയുണ്ടോ എന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ ആരാഞ്ഞോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനും ഉത്തരവില്ല. ഇനി ഒരു ക്രൈം അറിഞ്ഞാൽ അതിൽ പരാതിയില്ലാതെ കേസെടുക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ കേരളം കഴിഞ്ഞ 3 ദിവസമായിട്ട് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ കുറച്ചുകൂടി നല്ല ഭാഷയിൽ കോടതി സർക്കാർ വക്കീലിനോട് ചോദിച്ചു എന്ന് വേണം നമ്മൾ സാമാന്യ ബുദ്ധി അനുസരിച്ച് മനസ്സിലാക്കാൻ. അടുത്തത്, ഈ റിപ്പോർട്ട് കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം പൊതുഖജനാവിൽ നിന്ന് കോടിയിലധികം രൂപ മുടക്കിക്കൊണ്ട് ഒരു അന്വേഷണ കമ്മിറ്റിയെ വെക്കുന്നു. അതിന് കിട്ടുന്ന റിപ്പോർട്ട് 4.5 വർഷക്കാലം എന്തിനു വെച്ചു എന്ന് ചോദിക്കുമ്പോൾ, തുടർ നടപടി എന്ത് സ്വീകരിച്ചു എന്ന് ചോദിക്കുമ്പോൾ പൊതുജനത്തിന്റെ ചോദ്യമാണ് ഇന്ന് കോടതി മുറിയിൽ മുഴങ്ങിക്കേട്ടത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അരുൺകുമാറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. LDF പ്രതിനിധി അരുൺകുമാറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ 136 പേജിലുള്ള ആത്മ എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ് ഇതിലൊരു കക്ഷിയാണല്ലോ, ഇതിലൊരു പ്രതിയാണ് എന്ന് തന്നെ പറയണം. ആ ആളുടെ പേരെന്താ? ഗണേഷ് കുമാർ എന്നാണ്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പിണറായി സർക്കാരിൽ ഗണേഷ് കുമാറിനെ നിങ്ങൾ മന്ത്രിയാക്കി വാഴിച്ചത്. അപ്പോൾ ഈ റിപ്പോർട്ട് അന്നത്തെ സാംസ്കാരിക മന്ത്രി, ഇന്നത്തെ സാംസ്കാരിക മന്ത്രി, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കം കണ്ടതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ഗണേഷ് കുമാറിനെ പോലുള്ള ഒരാളെ, ഒരു മ്ലേച്ഛനായിട്ടുള്ള ഒരു വ്യക്തിയെ പിടിച്ച് മന്ത്രിസഭയിൽ നിങ്ങൾക്ക് വാഴിക്കാൻ പറ്റുന്നത്? അപ്പോൾ നിങ്ങൾ ആരോടൊപ്പമായിരുന്നു എന്ന് നിങ്ങൾ പറയണ്ടേ? അതിന് പകരം നിങ്ങൾ കോടതിയിൽ നിന്ന് വന്ന വാക്കാലുള്ള പരാമർശങ്ങൾ ചർച്ചയ്ക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ സൗകര്യമില്ല. ഈ ഒരു കാര്യം ചോദിക്കട്ടെ, കേസ് എടുക്കാൻ പരാതിയില്ലെങ്കിൽ സാധിക്കില്ല എന്ന് പറയുന്നു. ഞാൻ ഇന്ന് രാവിലെ ദൃശ്യമാധ്യമങ്ങൾ കണ്ടപ്പോൾ ഒരു വാർത്ത ശ്രദ്ധിച്ചു. എറണാകുളം വൈറ്റിലയിൽ ഒരു സ്ത്രീയെ പൊതു മധ്യത്തിൽ വെച്ച് ഒരാൾ മർദ്ദിക്കുന്നതിൽ സ്ത്രീക്ക് പരാതിയില്ല, മർദ്ദിച്ച ആൾക്കും പരാതിയില്ല. പക്ഷെ പോലീസ് കേസെടുത്തു. എന്തിന്റെ പേരിലാണ് കേസെടുത്തത്? അരുൺകുമാർ അതൊന്ന് ചോദിക്കണ്ടേ? താങ്കൾ ഒരു വക്കീലല്ലേ? താങ്കളുടെ ആഭ്യന്തര വകുപ്പിനോട് ചോദിക്കണം. അടി കിട്ടിയ സ്ത്രീക്ക് പരാതിയില്ല, അടി കൊടുത്ത ആൾക്ക് വേറൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് കേരള പോലീസ് ആ പ്രശ്നത്തിൽ കേസെടുത്തതെന്ന് നിങ്ങൾ പറയണം. പിന്നെ നിങ്ങളുടെ മന്ത്രിമാർ പറയുന്ന ഒരു വിചിത്രവാദമുണ്ട്. 4.5 വർഷക്കാലമായിട്ട് ഈ റിപ്പോർട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ റിപ്പോർട്ട് മേടിച്ചത്? കാണാനും വായിക്കാനോ അല്ലെങ്കിൽ തലയണക്കടിയിൽ വെച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണോ? ഇനി അങ്ങനെയല്ല, നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ക്രിമിനൽ ഓഫൻസുകളെല്ലാം നിങ്ങൾ മറച്ചു വെച്ചു, നിങ്ങൾ അതിന്റെ പേരിൽ കേസെടുക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ ബാധിക്കപ്പെട്ട, ഇത് വായിച്ച, ഇത് കണ്ടിട്ടുള്ള മുഴുവൻ ആളുകളും ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ട് 199-ാം വകുപ്പ് അനുസരിച്ചിട്ട് പ്രതികളാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടാണ് LDF ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. ഇനി ഞങ്ങളെ ആരെ ബോധ്യപ്പെടുത്തേണ്ട, നിങ്ങളുടെ ധനകാര്യമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലിനെ എങ്കിലും നിങ്ങളുടെ വാദം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇനി രണ്ടാമത്തെ എന്റെ വാദം, നിങ്ങൾ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ആളുകൾ, ഇരകളാക്കപ്പെട്ട ആളുകളുണ്ട്. അതിൽ ഏതെങ്കിലും ആളുകളോട് പരാതി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു ശ്രമം നടന്നിട്ടുണ്ടോ? ഇത് കിങ് ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയയല്ല. ഇതിൽ പീഡിപ്പിക്കപ്പെട്ട ആളുകൾ പേടിച്ച് മൊഴി കൊടുക്കാൻ പറ്റാതെ ഒളിച്ചിരിക്കേണ്ട സാഹചര്യമാണോ കാരണഭൂതൻ ഭരിക്കുന്ന 1-ാം നമ്പർ ആഭ്യന്തര വകുപ്പുള്ള കേരളത്തിൽ? ഇത് ഉത്തരേന്ത്യയിലെ ജിൻഡോ, ഇതിലെ 82-ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കണം ഈ റിപ്പോർട്ടിൽ. വി നോട്ടീസ്ഡ് ഇൻ ദ ബിഗിനിംഗ് ദാറ്റ് ദ ഗേൾസ് ഓർ വിമൻ വെയർ വെരി ഹെസിറ്റന്റ് ടു ഡൈവേർജ് their experience even to the committee about sexual harassment in cinema.
ഗേൾസ് ബാർ വുമൺ. സോ ഇതിലൊരു പോക്സോ കേസ് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അരുൺകുമാറിനെ നിഷേധിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ റിപ്പോർട്ട് ഞാനോ അരുൺകുമാറോ നേരിട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കുന്നില്ല. പക്ഷേ ഞാൻ അനുമാനിക്കുന്നു ഇതിൽ ഗേൾസ് എന്ന് പറയുന്നതിൽ ഇതിലൊരു പോക്സോ കേസ് ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന്. അതവിടെ നിൽക്കട്ടെ. അതിന്നിപ്പോൾ ഏജ് തന്നെ പറഞ്ഞു പോക്സോ കേസ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസെടുക്കണം. ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. അങ്ങനെ ഒരു മറുപടി എങ്ങനെയാണ് ഏജിക്ക് കൊടുക്കാനാവുക? എൻ്റെ ഒരു ചോദ്യം അരുൺകുമാർ, ഈ റിപ്പോർട്ടിൽ പോക്സോ കേസ് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഏജിക്ക് ഇന്ന് ഹൈക്കോടതിയിൽ പറയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? യെസ്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് 3 അംഗ കമ്മിറ്റിയാണല്ലോ. ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് ജസ്റ്റിസ് ഹേമയാണ്. അഭിഭാഷകയായും സെഷൻ ജഡ്ജായും 10 വർഷത്തോളം ഹൈക്കോടതി ജഡ്ജിയായും തിളങ്ങിയ കേരളത്തിന്റെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ ഏറ്റവും ഉന്നതങ്ങളിലെത്തിയ വിരലിൽ എണ്ണം വനിതാ ജഡ്ജിമാരിൽ ഒരാളാണ് ജസ്റ്റിസ് ഹേമ. പോസ്കോ നിയമപ്രകാരം ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നതായി ബോധ്യപ്പെട്ടാൽ അപ്പോൾ അത് അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം. അത് ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് ചെയ്യാതെ അത് മറച്ചു വച്ചാൽ, അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ചാൽ ആ നടിക്കുന്ന ആളുകളും പ്രതിയാകും. ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ ഏതെങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് പീഡനമുണ്ടായി എന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പരാമർശം, ഒരു മൊഴി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ജസ്റ്റിസ് ഹേമയും ചെയ്യേണ്ടത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇന്നതാണെങ്കിൽ പോലും പോസ്കോ നിയമപ്രകാരമുള്ള ഒരു ഒഫൻസ് അപ്പോൾ തന്നെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇരിക്കുന്ന പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ട് ഒരു 0 FIR രജിസ്റ്റർ ചെയ്യാൻ പറയണം. അപ്പൊ അതുകൊണ്ട് അജ്ഞത ഉള്ള ആളല്ലല്ലോ, ഏറ്റവും ഉയർന്ന പൊസിഷനിലെത്തിയ ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു രജിസ്ട്രേഷനുള്ള നിർദ്ദേശമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, അവർ തയ്യാറാക്കി കൊടുത്ത ഇത്രയും പേജുള്ള ഫൈനൽ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ഒരിടത്തും ഈ ഒഫൻസുകൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ആര്, എന്ന്, എവിടെ, എപ്പോൾ, ആർക്കെതിരെ, ഈ 5 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ മാത്രമേ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കഴിയുകയുള്ളൂ. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും അത് പരിഹരിക്കാനും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നേക്കുമായി അവസാനിപ്പിച്ച് ജെൻഡർ ഇക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ് ഈ കമ്മീഷൻ വച്ചതും റിപ്പോർട്ട് സ്വീകരിച്ചും മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഒഫൻസിനെ കുറിച്ച് എന്ന് നടന്നതായാലും എന്തെങ്കിലും ഒരു സൂചന ഗവൺമെന്റിന്റെ മുന്നിൽ വന്നാൽ, ഏതെങ്കിലും പോലീസിന്റെ മുന്നിൽ വന്നാൽ, പോലീസ് വേണ്ട എക്സ്ട്രാ ജുഡീഷ്യൽ ഏതെങ്കിലും ഒരു കൺഫഷൻ അല്ലെങ്കിൽ ഒരു സൂചന വന്നാൽ ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം, ഇരയോട് നിരുപാധികമായ ഐക്യദാർഢ്യം. റിപ്പോർട്ടിന്റെ പോരാട്ടം, എവിഡൻസുകൾ, തെളിവുകൾ, വാട്സ്ആപ്പ് ചാറ്റുകൾ, ക്ലിപ്പുകൾ, ഇതെല്ലാം ലൈംഗിക ചൂഷണത്തിന്റെ തെളിവുകളല്ലേ കെ എസ് അരുൺകുമാർ? എനിക്കറിയില്ല. ഒരു പൊതുസമൂഹത്തിൽ വരാത്ത ഒരു സാഹചര്യത്തെ കുറിച്ച് കമന്റ് പറയാൻ നമുക്ക് ആർക്കും കഴിയില്ല. എനിക്കല്ല, താങ്കൾക്കും കഴിയില്ല. ഇനി ഹൈക്കോടതി ഡിവിഷൻ അങ്ങനെ പറഞ്ഞു പോകരുതേ. ഇത് ഞാനോ താങ്കളോ പറയുന്നതല്ല. ഇത് കേസ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ക്രൂരമായ ലൈംഗിക പീഡനത്തിൻ്റെതായ തെളിവുകളും വാട്സപ്പ് ചാറ്റുകളും ക്ലിപ്പുകളും 2ാം ഭാഗത്തിലുണ്ടെന്നും അത് കോൺഫിഡൻഷ്യാലിറ്റി മാനിച്ച് പുറത്തുവിടുന്നില്ല എന്നും ഹേമ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഹേമ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഹേമ ഈ വിവരം സർക്കാരിനെ ധരിപ്പിച്ചിട്ടുള്ളതുമാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അനുമാനിക്കാമല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നടിയും നായകനും കൂടി തമാശ പറഞ്ഞ ചാറ്റുകളല്ല. അല്ല ഡോക്ടർ അരുൺ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിമിനൽ കേസ് എല്ലാം സത്യം കണ്ടെത്താനുള്ള ഒരു ഇടപെടലാണ്. ശരിക്കും ഒരു കേസ് വന്നു എന്ന് പറഞ്ഞാൽ ആരെയും തൂക്കിക്കൊല്ലാനല്ലല്ലോ. സത്യം കണ്ടെത്തണം, നീതി കണ്ടെത്തണം, കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം. ഒരു നിരപരാധിയെ ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാറ്റ്, ഒരു വീഡിയോ, കമന്റ്, ഇവയെല്ലാം ആരൊക്കെ തമ്മിൽ എപ്പോ, എങ്ങനെ, എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വരുന്ന ഒഫൻസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സൂചനയുണ്ടെങ്കിൽ ഗവൺമെന്റിന് അപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട്? അറിയില്ല. ഈ റിപ്പോർട്ടിലെ ഒരു ചാറ്റിലെ ഒരു വാട്സപ്പ് സന്ദേശത്തിൽ ഒരു നായകൻ ഈ പറയുന്ന പരാതി പറഞ്ഞ പെൺകുട്ടിയെ ലൈംഗികാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിലെ നഗ്നഭാഗം കാണിക്കുന്നുണ്ട്. ഇതൊരു ലൈംഗിക കുറ്റകൃത്യമാണോ? ഇങ്ങനെയൊരു തെളിവ് ഈ കമ്മിറ്റിയുടെ കയ്യിലുണ്ടെങ്കിൽ കേസ് എടുക്കേണ്ടതാണോ അല്ലയോ? അത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള തെളിവ് ഉണ്ടാകുകയും അതിൽ ഒഫൻസ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ആർക്ക് ചിലപ്പോൾ പ്രതിയെ കിട്ടിയെന്നിരിക്കില്ല,
പ്രതിയെ ചിലപ്പോൾ അന്വേഷണത്തിലായിരിക്കും കണ്ടെത്തുക. പക്ഷേ ഒരു കംപ്ലൈന്റ് വേണം, കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പരാതി വേണമല്ലോ. ഇപ്പൊ നിങ്ങൾക്കൊരു പറ്റില്ല എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ പരാതിക്കാരി തന്നെ നേരിട്ട് വന്ന് പരാതി പറയണമെന്നുണ്ടോ അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ? അതിലൊരു പ്രശ്നം ഞാൻ ചോദിച്ചല്ലോ, പരാതിക്കാരി തന്നെ നേരിട്ട് വരണമെന്നില്ലെങ്കിലും ആര്, എവിടെ, ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് അല്ല ഞാൻ പറയട്ടെ, നമ്മൾ അക്കാഡമിക് ഇൻട്രസ്റ്റ് കൂടിയാണല്ലോ. ഈ ഞാൻ ചോദിച്ച 5 ചോദ്യം ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 5 ചോദ്യത്തിൽ ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരമുണ്ടെങ്കിൽ അന്വേഷണം നടത്തി ദെൻ ഇൻവെസ്റ്റിഗേറ്റ്, ഫസ്റ്റ്ലി രജിസ്റ്റർ എ കേസ് ആൻഡ് ദെൻ ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയാം. പക്ഷേ ഈ കേസുമായി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയില്ല. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി ഉണ്ട് എന്ന് താങ്കൾ തെളിയിച്ചാൽ പോലീസിന് കേസെടുക്കുന്നതിന് എന്താ കുഴപ്പം? ഒറ്റ കാര്യം, ആരാണ് പ്രതി എന്നറിയാതെ ആരെങ്കിലും രക്ഷിക്കേണ്ടതുണ്ടോ? ആരെങ്കിലും ആയിക്കോട്ടെ. ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാങ്ക് ആണ്. ഈ വിവരങ്ങളൊന്നും പുറത്തുവിടരുതെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു. അതുപോലെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നു. അൺസീൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പൊ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലേക്കാണ് ആദ്യം വരുന്നത്. വരട്ടെ, ഹൈക്കോടതി പറയട്ടെ, കേസ് പോകണമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ എന്താണ് സാഹചര്യം എന്ന് പറയട്ടെ. ഇപ്പൊ ഗവൺമെന്റിന്റെ പ്രശ്നം എന്താണെന്ന് ഈ ഉത്തരവിന്റെ 6ാം പാരഗ്രാഫിൽ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കും മനസ്സിലാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. കുറ്റവാളികളെ കണ്ടുപിടിക്കണം, ഈ രംഗത്തെ പ്രശ്നം പരിഹരിക്കണം, ഇരയോടൊപ്പം തന്നെ നിൽക്കണം, വേട്ടക്കാരനെ കണ്ടുപിടിക്കണം. പക്ഷേ ഈ ഇരയുടെ പേരോ മറ്റു സാഹചര്യങ്ങളോ ഒന്നും പുറത്തുവിടാൻ പറ്റാത്ത, ഇതിനു മുമ്പ് ഇല്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഗവൺമെന്റ്. അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ബോധ്യപ്പെട്ടപ്പോഴാണ് 6ാം പാരഗ്രാഫിൽ 5ാം പാരഗ്രാഫിന്റെ പകുതിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് അങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇഷ്യൂ ചൂണ്ടിക്കാണിക്കൂ. പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ 5 ചോദ്യത്തിൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ സ്വമേധയാ അപ്പോൾ തന്നെ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. എപ്പോഴും ഇരയ്ക്കൊപ്പം തന്നെയാണ്. സിനിമാ മേഖലയിലെ പ്രശ്നം പരിഹരിക്കണം. ഇത്തരത്തിൽ ദുഷിപ്പ് കാണിക്കുന്ന, തെറ്റുകൾ ആവർത്തിക്കുന്ന ഒരാൾ പോലും ഈ ഇൻഡസ്ട്രിയിൽ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട്. According to Women in Cinema, the harassment starts from the very inception. It is revealed from the statements of various witnesses who were examined before the committee that production controller, who എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കേട്ടോ. അങ്ങ് പറഞ്ഞല്ലോ ആരാണ് ഈ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത്. കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സ്പെസിഫിക് ആയിട്ട് വേണം. സ്പെസിഫിക് ഞാൻ പറയുന്നത് വിറ്റ്നസ്സസ്, എത്ര വിറ്റ്നസ്സസ് ഉണ്ട്? 52. സ്പെസിഫിക് ആണോ കെ. അരുൺകുമാർ? ഈ കമ്മിറ്റിക്ക് മുമ്പാകെ ഡിപ്പോസ് ചെയ്ത, ഈ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി പറഞ്ഞ വിറ്റ്നസ്സസ്. അപ്പോൾ ആര് പറഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരമായോ അരുൺകുമാർ? ഇനി ആരെക്കുറിച്ച് പറഞ്ഞു എന്നതിന് ഉത്തരം ഞാൻ പറഞ്ഞു തരാം. Who were examined before the committee, that production controller or whoever gives an offer for a role in cinema first approach the woman or girl, for it is the other way around. Women approaches the person cinema asking chance in cinema, എന്നിട്ട് കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലൈംഗിക ചൂഷണം നടത്തുന്നു. പേജ് നമ്പർ പാരഗ്രാഫ് 86. താങ്കൾ ചോദിച്ച 3 കാര്യങ്ങളുണ്ട്. ആര് പറഞ്ഞു? വിറ്റ്നസ്. ആരെക്കുറിച്ച് പറഞ്ഞു? പ്രൊഡക്ഷൻ കൺട്രോളർ. 3 എന്തിനെ കുറിച്ച് പറഞ്ഞു? ലൈംഗിക ചൂഷണത്തിൻ്റെത്. 1 അല്ല 3 ഉത്തരം ഞാൻ നൽകാം. കേസെടുക്കൂ. 37. താങ്കൾ 86ാം പാരഗ്രാഫിലേക്ക് പോയില്ലോ. അതിനു മുമ്പ് 37ാമത്തെ പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിക്കൂ. ആദ്യം 37ാമത്തെ പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസ് വായിക്കൂ, ഒന്ന് വായിച്ചേ. We avoided recording the names and other details of the witnesses in their statements. ഒരു നിമിഷം. The task gives to the committee is to study and report the problems faced by women in cinema, for which it is not necessary to mention the names of the persons who confided with us various facts from their experiences. അത് അവരുടെ അനോണിമിറ്റി, ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ. ആരുടെ? ഇരയുടെ പ്രൈവസി തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് കമ്മിറ്റി പറഞ്ഞതാണോ വേട്ടക്കാരനെതിരെ നടപടിയെടുക്കാതിനുള്ള സർക്കാരിന്റെ ആയുധം? കെ. അരുൺകുമാർ, ലജ്ജാകരമാണ് കെ. അരുൺകുമാർ. അത് ഇല്ല. ഇതിൽ ഞാൻ പറഞ്ഞത്, ഇതിൽ രണ്ടാമത് ഹേമ കൊടുത്ത കത്തുണ്ടല്ലോ, 19/2/2020 കത്ത്. ഐ വുഡ് ഓൾസോ ബ്രിങ് ടു യുവർ കൈൻഡ് നോട്ടീസ് the need to keep the report confidential since it contains details of sexual assault, harassment and abuse which were disclosed to the committee by various women in privacy in-camera proceedings. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, അങ്ങ് വാദിച്ചു തോക്കല്ലേ. അങ്ങ് പറയാൻ പോകുന്നത് എന്താണെന്ന് അങ്ങേക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ. ഇത് റിപ്പോർട്ടിന്റെ ഭാഗമാണോ? ഇല്ലില്ല, ഇത് റിപ്പോർട്ടിന്റെ ഭാഗമാണോ? എനിക്ക് ബോധ്യമുണ്ട്.
ഒരു നിമിഷം സാർ, ഇത് റിപ്പോർട്ടിന്റെ ഭാഗമാണോ? ഒറ്റ കാര്യം താങ്കൾ ബേസിക് പഠിക്കുക. അല്ല, ബേസിക് ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കും, ഇത് റിപ്പോർട്ടിന്റെ ഭാഗമാണോ? റിപ്പോർട്ടിന് ശേഷം കൊടുത്ത കത്ത് ഞാൻ ശരി, റിപ്പോർട്ടിന് ശേഷം കൊടുക്കാൻ എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമയ്ക്കുള്ളത്? റിപ്പോർട്ട് സർക്കാരിന് കൈമാറിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് പുറത്തുവിടണോ? പുറത്തുവിടേണ്ടേ എന്ന് ഈ സർക്കാരിനോട് നിർദ്ദേശിക്കാൻ എന്ത് ജുഡീഷ്യൽ ബാധ്യത, എന്ത് ലീഗൽ ബാധ്യത, എന്ത് സ്റ്റാറ്റ്യൂട്ടറി ബാധ്യത, എന്ത് ഗവൺമെന്റ് ഓർഡർ പ്രകാരമുള്ള ബാധ്യതയാണ് ഹേമയ്ക്കുള്ളത്? അങ്ങ് പറയൂ കെ എസ് അരുൺകുമാർ. അവർ ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ്. എന്ന് വെച്ചാൽ റിട്ടയർഡ് ജഡ്ജി ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധികൾ ഹൈക്കോടതി ജഡ്ജിമാരുണ്ടാവും. സർക്കാർ എന്താണ് കെ എസ് അരുൺകുമാർ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങ് ഞാൻ അതാണ് പറഞ്ഞത്. അങ്ങ് അത് പറഞ്ഞാൽ അങ്ങ് തോക്കുമെന്ന് ഉറപ്പുള്ള വാദം പറയരുതെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഹരീഷ് വാസുദേവൻ, കെ എസ് അരുൺകുമാറിന്റെ വാദത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, എനിക്ക് തോൽക്കുന്നതിന് കുഴപ്പമില്ല. ഇത് അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടി ചർച്ച ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നത്. താങ്കൾ അത് എടുക്കരുത്. അത് താങ്കൾ പരാജയപ്പെട്ടു പോകുന്ന കേസാണ്. ഒടുവിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താ പറയുക? ഇൻഫർമേഷൻ കമ്മീഷൻ എന്താ പറഞ്ഞത്? ഈ ജഡ്ജി പറഞ്ഞത് കേട്ടോ? കേട്ടില്ല. കൊടുക്കാൻ പറഞ്ഞു. സർക്കാർ എന്ത് നിലപാടെടുത്ത് കൊടുത്തോ? കോടതി പോയിരുന്നില്ലേ? ഇല്ല, തെറ്റാണ്. ഹരീഷ് ഈ വാദം നിലനിൽക്കുമോ കെ എസ് അരുൺകുമാറിന്റെ? ഹരീഷ് മറുപടി കേട്ടിട്ടേ പോകൂ അരുൺകുമാർ. മറുപടി കേട്ടിട്ടേ പോകൂ കെ എസ് അരുൺകുമാർ. മറുപടി കേട്ടിട്ടേ പോകും. നമുക്ക് ചർച്ച ചെയ്ത് പോകാം. ഞാൻ സമയം തരും, താങ്കൾക്ക് സമയം തരും കെ എസ് അരുൺകുമാർ. താങ്കളുടെ സുഹൃത്തല്ലേ, താങ്കൾ ഇരിക്കൂ. നിങ്ങൾ എന്നെ ബ്ലെയിം ചെയ്തിട്ട് ഇല്ല, അത് എനിക്ക് ഈ വിഷയത്തിൽ എന്റെ ഒരു അതിഥിയുടെ കൂടി റെസ്പോൺസ് എടുത്തിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഹരീഷ് പറഞ്ഞോളൂ. നിങ്ങൾ എന്നോട് ചോദിക്കൂ. ഞാൻ വരുന്നു. താങ്കളോട് ചോദിക്കൂ എന്ന് താങ്കൾ എന്നോട് പറയല്ലേ? താങ്കളോടും ഞാൻ ചോദിക്കും, എന്റെ അതിഥികളോടും ഞാൻ ചോദിക്കും. അതിഥിയോട് ചോദിക്കട്ടെ, ഞാൻ താങ്കളിലേക്ക് വരാം. ഹരീഷ്, എനിക്കറിയാവുന്ന അരുൺകുമാറിന് ഫങ്ടസ് ഒഫീഷ്യോ എന്ന ലീഗൽ ലാംഗ്വേജിന്റെ അർത്ഥം നന്നായി അറിയാം. അദ്ദേഹം ഇന്നിപ്പോൾ അദ്ദേഹത്തിന് വക്കാലത്ത് കിട്ടിയ ഒരു കേസ് ആർഗ്യൂ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫങ്ടസ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി പവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരവിലൂടെയോ ഒരു അധികാരിയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അധികാരി ക്രിയേറ്റ് ചെയ്ത അധികാരി അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ പൂർത്തീകരിച്ച് അത് ആ ടേംസ് ഓഫ് റെഫറൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓഫീസ് ഫങ്ടസ് ഒഫീഷ്യോ ആണ്. പിന്നെ അവർക്ക് യാതൊരു അധികാരവുമില്ല. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയാൽ ഈ കമ്മിറ്റി പിന്നീട് എന്ത് പറഞ്ഞാലും അതിന് ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പാനലിസ്റ്റുകളും പറയുന്ന പോലുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. അതിന് യാതൊരു സാങ്ക്ടിറ്റിയും ലീഗലി ഇല്ല. അതിനെയാണ് നമ്മൾ ഫങ്ടസ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. അത് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജി പറയുന്ന വർത്തമാനങ്ങൾക്കപ്പുറത്ത് യാതൊരു റെലവൻസും അതിനില്ല. ഒന്ന്. രണ്ട്, കമ്മിറ്റിയുടേതാണ് റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമയുടെ അല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ടേംസ് ഓഫ് റെഫറൻസിന് വിരുദ്ധമായിട്ടോ ടേംസ് ഓഫ് റെഫറൻസിന് പുറത്തോ എന്ത് പറഞ്ഞാലും അതിന് യാതൊരു റെലവൻസും ഇല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്, ഈ ചർച്ചയിൽ ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റിസ് ഹേമ കേസ് എടുക്കണമെന്ന് പറഞ്ഞില്ല എന്നാണ്. കേസ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും ഉത്തരവാദിത്വവും സർക്കാരിന്റെയാണ്. ഞാൻ പാരഗ്രാഫ് 96 ഒന്ന് വായിക്കാം. ഓൺ അനാലിസിസ് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഹിയർസേ എവിഡൻസ് കണക്കാക്കിയിട്ടില്ല ഈ കമ്മിറ്റി. ഓൺ അനാലിസിസ് ഓഫ് എവിഡൻസ് പ്ലേസ്ഡ് ബിഫോർ അസ് വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വുമൺ ഫേസ് സെക്ഷൽ ഹറാസ്മെന്റ് ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. സോ കോൾഡ് വെരി വെൽ നോൺ പീപ്പിൾ എന്നല്ല, എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയുന്ന വെരി വെൽ നോൺ ആളുകളല്ല. അതിന്റെ അടി വരച്ചിട്ടുണ്ട്, ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. എന്നിട്ടാണ് നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇതിന്റെ മുഴുവൻ രേഖകളും കളക്ട് ചെയ്ത എവിഡൻസും സർക്കാരിനെ സമർപ്പിച്ചിരിക്കുന്നു. അതെ, എന്ന് പറഞ്ഞാൽ അക്കമിട്ട് 15 പേര് ആരൊക്കെയാണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കൂടെ കൊടുത്ത രേഖകളിലുണ്ട്. ഈ ആളുകൾ തന്നെ ഞാൻ ഇനിയാണ് കേരള പോലീസ് ആക്ടിലെ നേരത്തെ പ്രൊവിഷൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ടു പ്രിവെന്റ് ആൻഡ് റെഡ്യൂസ് ക്രൈംസ് എക്സസൈസിംഗ് ലോഫുൾ പവേഴ്സ് ടു ദ മാക്സിമം എക്സ്റ്റെന്റ്. ക്രൈംസ് തടയാനുള്ള ഉത്തരവാദിത്വം. 2, ടു ടേക്ക് ആക്ഷൻ ടു ബ്രിങ് ദ ഒഫൻഡേഴ്സ് ടു ദ ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ആരാണ് ഈ ഒഫൻഡേഴ്സ്? ഈ ഒഫൻഡേഴ്സിനെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സർക്കാരിന്റേതാണ്. ഇവിടെ ഒരു ചോദ്യം, ഈ ഒരുപാട് നേരം അരുൺകുമാർ സമയമെടുത്തിട്ട് പറഞ്ഞല്ലോ ആര്, എന്ത്, എങ്ങനെ, എപ്പോൾ എന്നൊക്കെ അറിയണമെന്ന്. ലളിതകുമാരി കേസിലെ വിധിന്യായം ഈ ചർച്ചയോടുകൂടിയെങ്കിലും കേരളത്തിലെ മലയാളികൾ വായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് മുഴുവൻ അതിന്റെ അവസാനത്തെ 4 പാരഗ്രാഫ് വായിച്ചു നോക്കാം. ജെനുവിൻ അല്ലാത്ത വിവരത്തിൽ പോലും എഫ്ഐആർ ഇടണമെന്ന് സുപ്രീം കോടതി പറയുന്നു. കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കും അല്ലേ? ജെനുവിൻ ആണോ അല്ലയോ എന്ന ആ ഇൻഫർമേഷൻ നോക്കിയിട്ട് തീരുമാനിക്കേണ്ടത് പോലീസാണ്. ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റേജ് എഫ്ഐആർ ഇടേണ്ടതാണ്. ഞാൻ ഡോക്ടർ അരുണിനെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. റാംജി റാവു സ്പീക്കിംഗ് സിനിമ ഓർമ്മയില്ലേ? ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നു റാംജി റാവു. പോലീസ് രാവിലെ വന്ന് ഡോക്ടറോട് ചോദിക്കുകയാണ്,
നമ്മുടെ ഉറുമീസ് തമ്പാനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയോ? എനിക്ക് പരാതിയില്ല മിസ്റ്റർ, നിങ്ങളൊന്ന് ഒഴിവായി പോകൂ, ഞാൻ പൈസ കൊടുത്ത് എന്റെ കുട്ടിയെ മോചിപ്പിച്ചോളാം എന്നാണ് ഉറുമീസ് തമ്പാൻ പറയുന്നത്. പോലീസ് പരാതി ഇല്ലാത്തതുകൊണ്ട് അന്വേഷിക്കാതിരുന്നോ? പോയി അന്വേഷിച്ചു, കണ്ടുപിടിച്ചു. പൈസ കൊടുത്ത് കുട്ടിയെ മോചിപ്പിക്കാൻ ഉറുമീസ് തമ്പാൻ തയ്യാറാണെങ്കിലും കേരള പോലീസ് അത് നോക്കി നിൽക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ലളിതമായി ഇത് കണ്ടിട്ട് ിലുള്ള നിയമപരിജ്ഞാനം പോലും കേരളത്തിലെ പോലീസ് ഫോഴ്സിന് ഇല്ലെങ്കിൽ. എക്സാക്ട്ലി അവിടെയാണ് കെ എസ് അരുൺകുമാർ 96-ാമത്തെ പേജിൽ ഹൂ വെയർ നെയിംഡ് എന്ന് പറയുമ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ ചോദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരമായി കഴിഞ്ഞു. കേസ് എടുക്കുമോ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ? യെസ്, ഒറ്റ കാര്യം, ഇത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമുള്ള പ്രൊസീഡിങ്സ് അല്ലല്ലോ. ഏതെങ്കിലും ഒരു സാക്ഷിയുടെ മൊഴി എടുക്കുമ്പോൾ സത്യപ്രസ്താവന നടത്തി സത്യം ബോധിപ്പിക്കുമെന്ന് പറയുകയോ ക്രോസ് എക്സാമിനേഷന് അവസരം കൊടുത്ത് ഉള്ള നിയമത്തിന്റെ പിൻബലമുള്ള ഒരു മൊഴിയല്ല. ഇതൊരു കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ മുന്നിൽ അവർ ഏതൊക്കെയോ രൂപത്തിൽ ശേഖരിച്ച, അത് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശേഖരിച്ച ഒരു മൊഴിയാണ്. ഈ മൊഴിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഗവൺമെന്റിന് ഉള്ള പരിമിതികൾ കൃത്യമായി തന്നെ ഡിവിഷൻ ബെഞ്ചിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആര് ആരൊക്കെയാണ് വാദിയെന്നോ മറ്റ് സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് ചോദിക്കില്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ കേസ് തള്ളിയേനെ. കേസ് തള്ളിയില്ലേ? ഇല്ല മിസ്റ്റർ അരുൺ, നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്. ഏത് കേസ് അഡ്മിറ്റ് ചെയ്താൽ ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് ഒന്നും അല്ല. എന്ത് നടപടി എടുക്കണം എന്ന് സർക്കാർ അറിയിക്കണം. അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറയും. അത് സ്വാഭാവികമായിട്ടുള്ള നടപടി. നോക്കൂ കെ എസ് അരുൺകുമാർ, എന്നോട് തന്നെ പറഞ്ഞ പ്രേക്ഷകർ കേട്ട ആര് എവിടെ എന്ത് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം 96 പ്രകാരം താങ്കൾക്ക് കിട്ടിയോ? ഒന്നുമില്ല, ഒരു പാരഗ്രാഫിലും ഇല്ല. കാരണം ഇത് ഗവൺമെന്റ് കൃത്യമായിട്ട് ഇവിടെ ഏതെങ്കിലും നിങ്ങൾ വായിച്ചൊക്കെ ഞാൻ വായിച്ചല്ലോ. ഒരു പേര് രേഖപ്പെടുത്തിയവർ 1 2 3 4 5 ആര് ചെയ്തു, എന്ത് ചെയ്തു? ആയിക്കോട്ടെ, പക്ഷെ ആര് പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്ന പേരെടുത്ത് പറയുന്ന 15 പേർ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഇത് അല്ല പറയട്ടെ, ഒറ്റ മിനിറ്റ്. ഏതെങ്കിലും വിക്ടിമിന്റെ പേരോ ഏതെങ്കിലും പ്രതികളുടെ പേരോ ഏതെങ്കിലും ഒരു ഒഫൻസ് നടന്ന സാഹചര്യം, ജനറലായി കുറെ ഹരാസ്മെന്റ് നടന്നു താങ്കൾ എന്താണ് ഈ വാദിക്കുന്നത് കെ എസ് അരുൺകുമാർ? പിന്നെ താങ്കളല്ലേ പറഞ്ഞത് വിക്ടിമിന്റെ പേരുള്ളൂ? അല്ല, ഒരു ഇൻസിഡന്റ് വേണ്ടേ? ആ ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ സൂചിപ്പിച്ചത് ഈ ഇൻസിഡന്റ് ക്രിമിനൽ കേസിന്റെ ബേസിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻസിഡന്റുകൾ പലതുണ്ട്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ഇന്റിമേറ്റ് സീൻ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഇവരുടെ അനുവാദമില്ലാതെ പുറം ചിത്രം എടുത്ത് സ്വന്തം ഫ്ളാറ്റിലേക്ക് വരാൻ നടിയെ ഈ പറയുന്ന സംവിധായകൻ ക്ഷണിച്ചത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. സ്പെസിഫിക് അല്ലേ? ഈ പറയുന്ന സംവിധായകൻ ആര്? ഒരു ഒഫൻസ് വേണ്ട, അല്ലെങ്കിൽ ഏത് റിപ്പോർട്ടിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന എവിഡൻസിലുള്ളത് എവിടെ? നമ്മൾ ഇതുവരെ കാണാത്ത എവിഡൻസസിൽ ഇവരുടെ മുഴുവൻ പേരുകളും ഇവരുടെ വാട്സ്ആപ്പ് ചാറ്റുകളും ഇവരുടെ മൊഴികളും ഉണ്ട്. അല്ല, അങ്ങ് പറഞ്ഞല്ലോ ഇതുവരെ കാണാത്തെന്ന് പറഞ്ഞല്ലോ. അത് പ്രേക്ഷകർ കേട്ടു. സമൂഹത്തിലേക്ക് വരട്ടെ. പൊതുസമൂഹത്തിൽ വന്നിട്ടാണോ അതോറിറ്റി കൃത്യമായിട്ടുള്ള വിവരാവകാശ കമ്മീഷന്റെ ദയനീയമാണ് കേസ്. എല്ലാ റെസ്പെക്ടോടുകൂടി ഞാൻ പറയട്ടെ, അങ്ങേക്ക് സർക്കാരിനെ ന്യായീകരിക്കാൻ ബാധ്യതയുണ്ട്. മിനിമം കെ എൻ ബാലഗോപാൽ പറഞ്ഞതെങ്കിലും ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിച്ചു. കേസ് അരുൺകുമാർ നിർഭാഗ്യവശാൽ കേസ് അരുൺകുമാർ അത് ചെയ്തില്ല. ജിൻഡോ, ഇതാണ് സർക്കാരിന്റെ വാദം. പൊളിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ വാദം ഇതാണ് ജിൻഡോ. ഈ സർക്കാർ ആർക്കൊപ്പമാണെന്നാണ് ഇത് കണ്ടിരിക്കുന്നവർ തീരുമാനിക്കേണ്ടത്. ജിൻഡോ,
പ്രതിപക്ഷ നേതാവ് പോലും കഴിഞ്ഞ 4.5 കൊല്ലമായി ആവശ്യപ്പെട്ടില്ല. പ്രവേശനത്തിന് വേണ്ടിയിട്ടും വനിതാ മതിൽ കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടിയിട്ടും സർക്കാർ കാണിച്ച പൊളിറ്റിക്കൽ വില്ലിന്റെ, ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടും വനിതാ മതിൽ കെട്ടിപ്പൊക്കുന്നതിനും വേണ്ടി കാണിച്ച പൊളിറ്റിക്കൽ വില്ലിന്റെ 100-ൽ 1 അംശം പൊളിറ്റിക്കൽ വില്ല് ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസിൽ ഈ പറഞ്ഞ ആരോപണങ്ങളിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ, FIR അന്വേഷണം സ്വീകരിക്കാനുള്ള ആർജവം ഈ സർക്കാർ കാണിച്ചത്. ഈ പറഞ്ഞ റിപ്പോർട്ടിൻ പ്രകാരം നമ്മൾ പരിശോധിച്ചാൽ ഭാരതീയ ന്യായ സംഹിതയുടെ 354, 354A, 509 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമായിരുന്നു. അത് മാത്രമല്ല, ഈ സെക്ഷൽ ഹരാസ്മെന്റ് പ്രിവെൻഷൻ ആക്ട് 2013, IT ആക്ട് 2000, പോക്സോ ആക്ട് 2012, ഇമ്മോറൽ ട്രാഫിക്കിംഗ് പ്രൊഹിബിഷൻ ആക്ട് 1956 പ്രകാരമൊക്കെ കേസെടുക്കണമായിരുന്നു. പിണറായി അടക്കമുള്ള ആളുകൾ ഭാരതീയ ന്യായ സംഹിതയുടെ 199 പ്രകാരം പ്രതികളാക്കപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോഴാണ് അരുൺകുമാർ പറഞ്ഞത് ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട് ഞങ്ങൾ പരിശോധിക്കുന്ന നടപടി സ്വീകരിക്കുമെന്ന്. ആരാ ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി? പി ശശിയാണ്. 11 വർഷക്കാലം CKP പത്മനാഭൻ എന്ന് പറഞ്ഞ പരാതി കൊടുത്തിട്ട് ഹരീഷ്, എനിക്കറിയാം അങ്ങേക്ക് ഫ്രീ ആവാം. ഞാൻ ഒറ്റ കാര്യം മാത്രം അരുണിനോട് ചോദിച്ച്, അരുണിനോട് സ്പെസിഫിക് ഒരു കാര്യം ആവശ്യപ്പെട്ടല്ലോ. ഒരു നടിയുടെ ബെഡ്റൂമിൽ പോയി രാത്രിയിൽ കൊട്ടി വിളിക്കുന്ന സംവിധായകനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഒരു നടിയുടെ ബെഡ്റൂമിൻ്റെ താഴെ ഒളിച്ചിരിക്കുന്ന ഒരു ഡ്രൈവറെ കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇൻറ്റിമേറ്റ് സീൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്ലാറ്റിലേക്ക് വിളിച്ച സംവിധായകൻ്റെ പേര് പറയുന്നുണ്ട്. സെക്ഷൽ ഹാരാസ്മെൻറ്റുമായി നടത്തിയിരിക്കുന്ന, നെയിം ചെയ്തിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഇതിൽ എന്താണ് ഇതിൽ കൂടുതൽ വേണ്ടത്? അരുൺകുമാർ, ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ഒറ്റ കാര്യം, ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ഒരു പടം അയച്ചിട്ടുണ്ട്. അതെ, ഈ കേരളം ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന നടിയെ ആക്രമിച്ച കേസിലെ പ്രതിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന പടമാണ്. കഴിഞ്ഞ 4.5 വർഷമായി ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല. ഈ 2 ദിവസമായിട്ടാണ് പറയണത്, ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം. എന്നിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിനിധിയാ വന്ന് അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സിനിമാ മേഖലയിലെ ഏത് പ്രശ്നം പുറത്തു വന്നാലും ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ വിശദീകരണം പ്രതിപക്ഷ നേതാവ് ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ നമ്മുടെ ഈ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ചേരും. അല്പസമയത്തിനുള്ളിൽ അരുൺ ചോദിച്ച ചോദ്യത്തിന് മറുപടി പ്രേക്ഷകർക്ക് നൽകും. താങ്ക് യു അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഞാൻ അങ്ങനെ വ്യക്തിപരമായി അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ട് എനിക്ക്. നമ്മളൊരു അക്കാഡമിക് ചർച്ചയായിട്ട് മാത്രം എടുത്താൽ മതി. ചർച്ചകളാകുമ്പോൾ സ്വാഭാവികമായി ഇത്തരം ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുമെന്ന് മാത്രം കരുതുക. എനിക്ക് താങ്കളോട് ഒരു വ്യക്തിപരമായ നിരസനവുമില്ല എന്ന് താങ്കൾക്കറിയാമല്ലോ. താങ്ക് യു ജിൻഡോ. താങ്ക് യു അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.